ISLൽ മൊറോക്കൻ താരങ്ങൾക്ക് വളരെ വലിയൊരു ഡിമാൻഡുണ്ട് എന്നൊരു കാര്യം എടുത്ത് നമ്മൾ പറയേണ്ട ഒരു ആവശ്യകതയില്ല. എന്തിനേറെ പറയുന്നു, കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി ബൂട്ടണിയുന്ന നോഹ സദോയാവട്ടെ, അതുമാത്രമല്ല നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് FC വേണ്ടി ബൂട്ടണിയുന്ന അലാദിൻ അജാരി, അവരുടെ മിഡ്ഫീൽഡറായിട്ടുള്ള ബെമാമർ, അതുമാത്രമല്ല ഒഡീഷയ്ക്ക് വേണ്ടി ബൂട്ടണിഞ്ഞുകൊണ്ടിരുന്ന അഹമ്മദ് ജാഗു തുടങ്ങി ഒരുപാട് മൊറോക്കൻ താരങ്ങൾ ISLൽ വന്ന് ബൂട്ടണിയുകയും അവരുടെ കഴിവ് കാണിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ ഇരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിലാണ് മറ്റൊരു മൊറോക്കൻ താരമായിട്ടുള്ള 24 വയസ്സ് മാത്രം പ്രായം വരുന്ന ആദിൽ താഹിഫ് എന്ന് പറയുന്ന താരത്തെ ടീമിലേക്ക് എത്തിക്കുവാനായിട്ട് കേരള ബ്ലാസ്റ്റേഴ്സ് ഉൾപ്പെടെ മറ്റ് 2 ISL ക്ലബ്ബുകൾ കൂടി ശ്രമിക്കുന്നു എന്ന റിപ്പോർട്ട് പുറത്തേക്ക് വരുന്നത്. ഇത് ഒരു റൂമർ അടിസ്ഥാനത്തിൽ പുറത്തേക്ക് വന്നൊരു റിപ്പോർട്ടാണ്. ഇത് കാര്യം എന്ന് പറഞ്ഞാൽ ഒരു അത്രയും ഒഫീഷ്യലായിട്ടുള്ള സോഴ്സിൽ നിന്നൊന്നുമല്ല ഈ റിപ്പോർട്ട് വന്നേക്കുന്നത്. അതിനാൽ തന്നെ ഇത് അത്രയധികം വിശ്വസിക്കേണ്ട ആവശ്യകതയുമില്ല. എങ്കിൽ പോലും ഈ ഒരു റിപ്പോർട്ട് ശരിയാണെന്നുണ്ടെങ്കിൽ ആദിൽ താഹിഫ് 24 വയസ്സ് മാത്രം പ്രായം വരുന്ന ഒരു യങ് താരമാണ്. ഇദ്ദേഹം കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി ബൂട്ടണിഞ്ഞു കഴിഞ്ഞാൽ അത് ടീമിന് വളരെയധികം ഗുണം ചെയ്യും. അതുമാത്രമല്ല, ആ ഒരു റൂമറിൽ എടുത്തു പറയുന്ന മറ്റൊരു കാര്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റ് 2 ISL ക്ലബ്ബുകളുടെയും ഓഫർ താരം നിരസിച്ചിട്ടുണ്ട്. അതായത് ഇനി നിരസിക്കാനായിട്ട് മാത്രം ബാക്കി നിൽക്കുന്നത് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഓഫറാണ്. അതായത് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഓഫർ നിലവിൽ താരം നിരസിച്ചിട്ടില്ല. അങ്ങനെ ഇരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിലാണ് ഈ ഒരു റൂമറിന് വളരെയധികം പ്രസിദ്ധി കിട്ടി തുടങ്ങിയിരിക്കുന്നത്. ഏതൊക്കെയായാലും ഈ ഒരു താരത്തെ കേരള ബ്ലാസ്റ്റേഴ്സ് ടീമിലേക്ക് എത്തിച്ചു കഴിഞ്ഞാൽ അത് ടീമിന് വളരെയധികം ഗുണം ചെയ്യുമെന്ന് എടുത്തു പറയേണ്ടതാണ്. ഒരുപക്ഷെ താരത്തെ ടീമിലേക്ക് എത്തിക്കുകയാണെന്നുണ്ടെങ്കിൽ ടീമിൽ നിന്ന് പടിയിറങ്ങുവാനായിട്ട് പോകുന്നത് ഒരുപക്ഷെ മിലോസ് ട്രിൻസിച്ച് എന്ന് പറയുന്ന കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ 24 വയസ്സ് മാത്രം പ്രായം വരുന്ന മറ്റൊരു സൂപ്പർ ഡിഫൻഡർ ആയിരിക്കും. ഒരുപക്ഷെ ഇദ്ദേഹത്തെ മാറ്റിക്കൊണ്ടായിരിക്കാം ഈ താരത്തെ, അതായത് ആദിൽ താഹിഫിനെ ഒരുപക്ഷെ കേരള ബ്ലാസ്റ്റേഴ്സ് ടീമിലേക്ക് എത്തിക്കുവാനായിട്ട് ശ്രമിക്കുന്നുണ്ടെങ്കിൽ എത്തിക്കുക. എന്തായാലും കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി വളരെ മികച്ച പ്രകടനം തന്നെ എത്തിക്കുവാണെന്നുണ്ടെങ്കിൽ വളരെ മികച്ച പ്രകടനം തന്നെ താരത്തിന് കാഴ്ചവെക്കാൻ സാധിക്കട്ടെ എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്.